ഹോർമുസ് കടലിടുക്കിൽ 2 വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. ഡൽഹിയിൽ ഇറാൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തിയാണ് നേരിട്ട് പ്രതിഷേധം അറിയിച്ചത്. ഇന്ത്യൻ ജീവനക്കാരുള്ള MT അൽ ബഹിയ, MT മൊംബാസ എന്നീ 2 കപ്പലുകൾക്ക് നേരെയാണ് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ആക്രമണമുണ്ടായത്. MT അൽ ബഹിയയിലുണ്ടായിരുന്ന 12 ഇന്ത്യക്കാരിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും മറ്റൊരാൾക്ക് പരിക്കേറ്റുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. MT മൊംബാസയിലുണ്ടായിരുന്ന 18 ഇന്ത്യക്കാരിൽ 9 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. കപ്പൽ ജീവനക്കാരെയും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ലക്ഷ്യമിട്ടുള്ള ഇത്തരം ക്രൂരമായ ആക്രമണങ്ങളും അക്രമ പ്രവർത്തനങ്ങളെയും ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാനോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. We had issued a statement post summoning of the Deputy Chief of Mission of Iran. We conveyed to them our deepest concerns and that we strongly condemned what has happened. We lost a precious Indian life, and there are several Indian nationals who have been injured, and a couple of them are also seriously injured. So we conveyed our strongest protest with the Iranian side on this particular matter, that these attacks, which we condemn, must stop at the earliest. At the same time, there should be de-escalation, and the two sides should come to the negotiating table and take the path of dialogue and diplomacy. സംഘർഷം ലഘൂകരിക്കുന്നതിനും മേഖലയിലെ സമാധാനത്തിനുമായി ഇരുപക്ഷവും എത്രയും വേഗം നയതന്ത്ര മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു.